കേന്ദ്ര റെയിൽവേ ഭക്ഷ്യ സംസ്കരണ വകുപ്പ് സഹമന്ത്രി രവ്നീത് സിംഗ് ബിട്ടു രാജിവെച്ചു. പഞ്ചാബിൽ നിന്നുള്ള BJP നേതാവ് എന്നുള്ള നിലയിൽ രവ്നീത് സിംഗ് ബിട്ടുവിന്റെ രാജി ചില ഊഹാപോഹങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. കാരണം 6 മാസം കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് പഞ്ചാബ്. അടുത്ത കാലത്തൊന്നും BJPക്ക് യാതൊരു രക്ഷയുമില്ലാത്ത കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഇനി മറ്റു പാർട്ടിയുടെ ടിക്കറ്റിൽ ബിട്ടു വീണ്ടും മത്സരിക്കുമോ, അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് BJPക്ക് വേണ്ടി തന്നെ മത്സരിക്കുമോ എന്നുള്ളതും ഇനി കണ്ടറിയേണ്ടതുണ്ട്. 2 വർഷം മുൻപ് വരെ കോൺഗ്രസുകാരനായ ബിട്ടുവിന് രാജ്യസഭാ കാലാവധി കഴിഞ്ഞിട്ടും BJP ഇപ്പോൾ പുതുക്കി നൽകാത്തതിൻ്റെ കാരണവും ചർച്ചയാവുകയാണ്. ബിട്ടുവിന് എന്തെങ്കിലും ജീവിതത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസ് നേതാവായിരിക്കുമ്പോൾ മാത്രമാണ്. ബിട്ടുവിനെ ഒരു ആവേശത്തിൻ്റെ പുറത്ത് BJP കേന്ദ്രമന്ത്രിയാക്കി എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ രാജ്യസഭാ സീറ്റ് അതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ട് പുതുക്കി നൽകാതെ വഞ്ചിച്ചതിൽ അദ്ദേഹം വലിയ ദുഃഖിതനാണ്. അസ്വാരസ്യങ്ങൾ ഒന്നുമില്ലെന്നും അടുത്ത വർഷം പഞ്ചാബിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രവ്നീത് സിംഗ് ബിട്ടു മത്സരിച്ചേക്കുമെന്നാണ് BJP വൃത്തങ്ങൾ ഇപ്പോൾ പറയുന്നത്. നിലവിൽ ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന പഞ്ചാബിൽ AAPയും കോൺഗ്രസുമാണ് മത്സരം. പഞ്ചാബിൽ BJP ഇതുവരെ ക്ലച്ച് പിടിച്ചിട്ടേയില്ല, അടുത്തൊന്നും അതിന് സാധ്യതയുമില്ല. അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ പഞ്ചാബിൽ നിലനിൽക്കുന്നുമില്ല. കാരണം കർഷകരുടെ പ്രക്ഷോഭം അതിശക്തമായി മുന്നേറുമ്പോൾ BJP കടപുഴകി വീണ ഒരു സംസ്ഥാനമാണ് പഞ്ചാബ്. എന്നാൽ BJPയുടെ പാരമ്പര്യമല്ല അവിടെ ബിട്ടുവിനുള്ളത്. 1995-ൽ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട പഞ്ചാബിൻ്റെ മുൻ മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാവ് കൂടിയായ ബിയാന്ത് സിംഗിൻ്റെ ചെറുമകനാണ് രവ്നീത് സിംഗ് ബിട്ടു. കോൺഗ്രസിൽ നിന്ന് മാത്രമാണ് ബിട്ടു ജയിച്ചിട്ടുള്ളത്. ആനന്ദ്പൂർ സാഹിബ് മണ്ഡലത്തിൽ നിന്ന് 2009-ലും ലുധിയാനയിൽ നിന്ന് 2014-ലും 2019-ലുമായി 2 മണ്ഡലങ്ങളിൽ നിന്നായി 3 തവണ ലോകസഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അത് കോൺഗ്രസ് ടിക്കറ്റിലാണ്. ലോകസഭയിൽ കോൺഗ്രസിൻ്റെ പാർട്ടി വിപ്പായും ചില കാലങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചു. അങ്ങനെയെല്ലാം കോൺഗ്രസ് പാർട്ടിക്കൊപ്പം നിന്ന് നേടിയെടുത്തതാണ് ഈ കാണുന്ന എല്ലാ പദവികളും. എന്നാൽ 2024 ആകുമ്പോഴേക്കും എന്തോ ചില ഭയം ബിട്ടുവിനെ ബാധിച്ചു, അല്ലെങ്കിൽ അധികാരമോഹം തലക്ക് പിടിച്ചു BJPയിലേക്ക് പോയതാകാനും സാധ്യതയുണ്ട്. ഏതായാലും കേന്ദ്രമന്ത്രി സ്ഥാനം ബിട്ടു ഇപ്പോൾ രാജിവെച്ചു. അത് BJP തെറിപ്പിച്ചു എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്കറിയാം, കർഷക സമരം ഏറ്റവും കൂടുതൽ ബാധിച്ചതും BJPയുടെ അടിത്തറ തന്നെ ഇല്ലാതാക്കിയതുമായ സംസ്ഥാനമാണ് പഞ്ചാബ്. അവിടെ തൽക്കാലമൊന്നും BJPക്ക് രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ല. BJPയുടെ ശക്തമായ തിരിച്ചുവരവിനായി താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനാണ് ബിട്ടു രാജിവെച്ചത് എന്ന് പറയുന്നുണ്ടെങ്കിലും 3ാം സ്ഥാനത്തേക്ക് പോകുന്ന BJPക്ക് വേണ്ടി ബിട്ടുവിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നും തോന്നുന്നില്ല. കോൺഗ്രസ് നേതാവായിരുന്ന അദ്ദേഹം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് BJPയിൽ ചേർന്നത് എന്നുള്ളത് കൊണ്ട് മാത്രം 2 വർഷം കഷ്ടിച്ച് കേന്ദ്രത്തിലെ ഒരു സഹമന്ത്രി സ്ഥാനം നൽകി എന്നല്ലാതെ അവിടെ നിന്നും രാജ്യസഭാ MP പോലുമാക്കാതെ കേന്ദ്രമന്ത്രി സ്ഥാനം തിരിച്ചെടുത്ത് അത് തിരിച്ചയച്ചതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇനിയും ബിട്ടു കൂറുമാറുമോ അല്ല BJPയിൽ തന്നെ തുടരുമോ എന്ന് കണ്ടറിയണം.